അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഞ്ചേശ്വരിയിൽ നടന്ന ഒരു സംഭവം. പൊന്നുമോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മകൻ ഹസൻ റാസ എന്ന് പറയുന്ന കുട്ടി വീട്ടിൽ നിന്ന് വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിൽ പോകുന്നത്. കുട്ടികളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് പെട്ടെന്ന് അവിടെ നിന്ന് കുഴഞ്ഞു വീഴുന്നു. അധ്യാപകന്മാരെല്ലാം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രിയപ്പെട്ട ഹസൻ മോനെ തിരിച്ചു കിട്ടിയില്ല, നമ്മിന്ന് വിട പറഞ്ഞെന്നുള്ള വാർത്ത വളരെ സങ്കടത്തോടു കൂടിയാണ് നാമൊക്കെ കണ്ടത്. ഈ ഒരു പരീക്ഷണം ഇത് മാതാപിതാക്കൾക്ക് വലിയൊരു പരീക്ഷണമാണെങ്കിലും ഇതിൽ ക്ഷമിച്ചാൽ സ്വർഗം പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നൽകും. നേരിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മക്കൾ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ എത്തിപ്പിക്കും. ഈ ഒരു സംഭവത്തിൽ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ട പാഠം, ജീവിതം എന്നുള്ളത് എത്ര ക്ഷണികമാണ്. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഇദാ മാത വലദുൽ അബ്ദ്, ഒരടിമയുടെ കുട്ടി മരണപ്പെട്ടാൽ ഖാലല്ലാഹു ലിൽ മലായിക, മലക്കുകളോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ പൊന്നുമകനെ റൂഹ് നിങ്ങൾ പിടിച്ചല്ലോന്ന്. ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും നഅം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫയഖൂലു മാദാ ഖാല അബ്ദി, നിങ്ങളെൻ്റെ അടിമയുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ്റെ റൂഹ് പിടിക്കുമ്പോൾ വലിയ സങ്കടമായിരിക്കും, അവനിക്ക് വലിയ ദുഃഖമായിരിക്കും. റൂഹ് പിടിച്ച സമയത്തിൻ്റെ അടിമ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ ഫയഖൂലു ഹമിദക്കല്ലാഹ്, അവൻ നിന്നെ സ്തുതിച്ചു എന്ന് പറയും. വസ്തർജ, എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, ലഅബ്ദി ബൈതൻ, എൻ്റെ അടിമക്ക് ഒരു വീട് പണിയണം, ഫിൽ ജന്ന, സ്വർഗത്തിൽ. വസമ്മൗഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്നതിന് പേര് നൽകണമെന്ന്. ഇത്തരത്തിലുള്ള മരണം നമുക്ക് താങ്ങാൻ പറ്റാത്ത വലിയ സങ്കടമാണെങ്കിൽ ഇതിൽ ക്ഷമിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ വലിയ ഒമ്പിച്ച പ്രതിഫലമാണ്. നോക്കുക, കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോഗ്യത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി കളിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോവുക. നമ്മുടെ ജീവിതം എത്ര നിസ്സാരമാണ്. ഈ ചുരുങ്ങിയ ജീവിതത്തിൽ വിദ്വേഷവും അസൂയയും പകയും, എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിവിൻ്റെ പരമാവധി സ്നേഹത്തോടും സന്തോഷത്തോടും കാരുണ്യത്തോടും പരസ്പരം സഹായിച്ചും സഹകരിച്ചുകൊണ്ട് പ്രയാസത്തിൽപ്പെടുന്നവരെ നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും സഹകരണം ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം. നീ മരണപ്പെട്ടാൽ നിന്നെക്കുറിച്ച് 10 പേര് നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമാണ്. നോക്ക്, നല്ല ആരോഗ്യമുണ്ട്, ചെറിയ പ്രായമാണ്, എന്നാൽ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, ഒരു ചെറിയ അവധി പോലും പിന്തിക്കുകയില്ല എന്നാണ്. ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ചെറിയ അവധി പിന്തിച്ചാൽ ഞാൻ സ്വാലിഹീങ്ങൾ പെട്ടേക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇല്ല, ഒരു ചെറിയ അവധി പോലും പിന്തിക്കുകയില്ല, മരണം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മരണം എപ്പോൾ എവിടെ എങ്ങനെയെന്നറിയില്ല. മരിക്കുന്ന നേരം നല്ലൊരു മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ ചെറിയ മക്കൾ ഇത്തരത്തിലുള്ള മരണമൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എന്നുള്ളത്, ജീവിതം എന്നുള്ളത് ക്ഷണികമാണ്, എപ്പോഴും എവിടെയും എങ്ങനെയും അവസാനിച്ചേക്കാം. അവസാനിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. ആ സമയത്ത് നല്ലൊരു മരണം നമുക്ക് എല്ലാവർക്കും അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മരിക്കുന്ന നേരം ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈമാനോട്
മുസ്ലിമായി കണ്ടുമുട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്തരക്കാരല്ലാത്തവരെല്ലാവരും പരാജയപ്പെട്ടു പോകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പ്രിയങ്കരനായ ഹനസ് റാസ മോൻ അല്ലാഹു പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ചെറിയ പിഞ്ചു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ സാറാ ബീവിയും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ മക്കളെ അവർക്കുള്ള മാതാപിതാക്കളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതുവരെ ആ മാതാപിതാക്കൾ നാളെ പരലോകത്ത് വന്നാൽ അവരെയും പിടിച്ച് വലിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഹദീസിൽ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് തീർച്ചയായും അതിൽ ക്ഷമ കൈകൊള്ളാൻ വേണ്ടി ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പരീക്ഷണങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നവരെ അല്ലേ, ഇതാ അഹബ്ബ അബ്ദൻ, ഒരു അടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഇബ്തലാഹു അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലാഹു പരീക്ഷണങ്ങൾ അത് താങ്ങാനും അതിൽ ക്ഷമ കൈകൊള്ളാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.